അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം യെശയ്യാ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനത്തിൽ പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവം ഇടപെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും. ദൈവം ആരാണെന്ന് ഒരുത്തൻ മറ്റൊരുവനോട് പറയുന്നതാണ് തീർച്ചയായിട്ടും ആരാധന. നമ്മൾ ദൈവത്തെ ദൈവമാണ്, എൻ്റെ ദൈവമാണ് എന്ന് നമ്മൾ ഏറ്റുപറയുന്നതാണ് ആരാധന. പൗലോസും ശീലാസും തടവറയുടെ അകത്ത് ദൈവത്തെ ആരാധിക്കുന്നത് മറ്റുള്ളവർ കേട്ടു. യഥാർത്ഥ ദൈവത്തെ, യേശുവാണ് ദൈവമെന്ന് അവർ ആരാധിക്കുന്നത് കേട്ടു. ഈ കേൾവി ആ തടവറയുടെ അകം മുഴുവനും ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. ഇങ്ങനെ നിറഞ്ഞപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ, ചങ്ങലകൾ പൊട്ടി വീഴുന്നത് കാണാൻ കഴിഞ്ഞു, ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നത് കാണാൻ കഴിഞ്ഞു, ദുഃഖങ്ങൾ മാറിപ്പോകുന്നത് കാണാൻ കഴിഞ്ഞു. തടവറയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു, അതിൻ്റെ അടിത്തറ കുലുങ്ങി. അവിടെ വലിയൊരു പ്രവൃത്തിയെ നടത്തുവാൻ ദൈവം ഇടയാക്കി. യേശു ദൈവം ആരാണെന്ന് ഏറ്റുപറയുന്നതാണ് ആരാധന. എൻ്റെ ദൈവം സർവശക്തനാണെന്ന് നമുക്കറിയാം. യെശയ്യാ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ അവിടുന്ന് മാലാഖമാര്, സറാഫുകള് രണ്ടുകൊണ്ട് കാൽമൂടി, രണ്ടുകൊണ്ട് തലമൂടി ദൈവസന്നിധിയിൽ അവരുടെ താഴ്മയെ കാണിക്കുവാനും ദൈവസന്നിധിയിൽ അവരുടെ സന്തോഷത്തിൻ്റെ പ്രകടനം അവിടെ പങ്കുവയ്ക്കുവാനും അവിടെ ഇടയായി. പരിശുദ്ധൻ 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 എന്ന് ഒറ്റ വാക്കിനാൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. ദൈവം പരിശുദ്ധനാണ്. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ശമരിയക്കാരി എന്ന സ്ത്രീയെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, യേശു ആരാണെന്ന് അവൾ പറയുന്നതായിരുന്നു ആരാധന. യേശു അവളോട് പറഞ്ഞു, ഈ മലയിലോ യെരൂശലേമിലോ അല്ല, എന്നെ ആത്മാവിലും സത്യത്തിലും നീ ആരാധിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. അവൾ വിശ്വസിച്ചു വരാനിരിക്കുന്ന മശിഹ കർത്താവാണെന്ന്, യേശുവാണെന്ന്. അത് മറ്റുള്ളവരോട് ഏറ്റുപറയുവാൻ അവൾ ഇടയായി. അനേകർ യേശുവിൻ്റെ അടുക്കൽ വന്നു, അനേകർ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. കണ്ടോ, ഇവിടെ ആരാധിക്കുന്നത് ദൈവം ആരാണെന്ന് ഞാൻ ഏറ്റുപറയുന്ന ആരാധനയിലേക്ക് നമ്മൾ കടന്നു പോകണം. നമ്മുടെ ജീവിതത്തിൽ ആരാണവൻ? അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ സർവവ്യാപിയായ ദൈവമാണ്. അവൻ സർവ്വതിനും മതിയായ ദൈവമാണ്. അവൻ എന്നെ വിടുവിച്ചവനാണ്. അവൻ എന്നെ നടത്തിയ ദൈവമാണ്. അവൻ എൻ്റെ പാപങ്ങൾ മോചിച്ചവനാണ്. അവൻ എൻ്റെ ദുഃഖങ്ങളെല്ലാം ഏറ്റെടുത്തവനാണ്. അവൻ കാൽവരിയിൽ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനാണ്. അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയുവാൻ അധരബലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കാൻ തക്കവണ്ണം അവൻ എന്നെ വേർതിരിച്ച ദൈവമാണ്. പ്രവാചകനെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഒന്ന്, അവർ ആർക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവിടെ സംഭവിച്ചത്, ഒന്ന്, ഉമ്മറപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. 2, ആലയം പുക കൊണ്ട് നിറഞ്ഞു. 3, ദൈവത്തിന്റെ തേജസ്സിനെയും ശക്തിയെയും അവിടെ കാണിക്കാൻ ഇടവരുന്നു. ഇവിടെ പ്രവാചകനുണ്ടായ അനുഭവം, അവന്റെ ജീവിതത്തിൽ കുറ്റബോധം അവന് മനസ്സിലായി. അത്രയും നേരം ജനത്തെ അവൻ ശാസിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു,
എനിക്കാണ് തെറ്റ് പറ്റിയത്. ഞാൻ അകൃത്യം എൻ്റെ നാവിലുണ്ട്. കാരണം സ്വർഗത്തിൻ്റെ യാഗപീഠത്തിൽ നിന്ന് കനലെടുത്ത് എൻ്റെ നാവിൽ വെച്ചപ്പോൾ എനിക്ക് തിരിച്ചറിവ് കിട്ടി. അതുവരെയും ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും ചെയ്തപ്പോൾ, നാവിലേക്ക് തീക്കനൽ വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനും സമർപ്പിക്കുവാനും ഏറ്റുപറയുവാനും കർത്താവിൻ്റെ പ്രവചന ദൂത് വെളിപ്പെടുത്തുവാനും എന്നെ കർത്താവ് സഹായിച്ചെങ്കിൽ, ഇവിടെ നമ്മൾ ഓർക്കണം, ഒന്ന്, താൻ അശുദ്ധനാണെന്ന് സമ്മതിച്ചപ്പോൾ ദൈവം ശുദ്ധീകരിക്കുന്നു. രണ്ട്, ശുദ്ധീകരിക്കപ്പെട്ടവനെ കർത്താവ് വിളിക്കുന്നു. മൂന്ന്, ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ള നിയോഗം, ദൈവിക നിയോഗം ലഭിക്കാതെ ഒരാൾക്ക് പോലും ശുശ്രൂഷ ചെയ്യാൻ അവൻ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ നിയോഗപ്രകാരമാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ അവിടെ ജയം വെളിപ്പെടും. അബ്രാഹാം നിയോഗപ്രകാരമാണ് കർത്താവിന് വേണ്ടി യാഗം കഴിക്കാൻ പോയത്, അവിടെ ജയിച്ചു. മോശ നിയോഗപ്രകാരമാണ് ഇസ്രായേൽ മക്കളെ നയിച്ചത്, അവിടെ വിജയിച്ചു. ഏലിയാവ് നിയോഗപ്രകാരമാണ് ശുശ്രൂഷ ചെയ്തത്, അവിടെയും വിജയിച്ചു. പത്രോസും പൗലോസും നിയോഗപ്രകാരമാണ് പോയത്, അവിടെ വിജയിച്ചു. നമ്മുടെ ശുശ്രൂഷ നിയോഗപ്രകാരമാണ്, ആത്മാവിൽ ആരാധിച്ചുകൊണ്ടാണെങ്കിൽ ദൈവത്തിന്റെ ജയം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ലൊരു പ്രഭാതത്തിൽ നീ ഞങ്ങൾക്കൊരുക്കി തന്നെങ്കിൽ യേശു ആരാണെന്ന് ഏറ്റുപറഞ്ഞ് ആരാധിക്കാനുള്ള കൃപയും അഭിഷേകവും തന്ന് നിയോഗപ്രകാരം അങ്ങയുടെ കൂടെ ജീവിക്കാനുള്ള വിളി ഞങ്ങൾക്ക് തന്ന് നയിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.